രണ്ടാമത്തെ ലേഖനം, തിമോഥെയോസിന്റെ രണ്ടാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ വായിക്കും: ബിരുദത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര നമുക്ക് ദൈവം തന്നത്. അതായത് ബിരുദത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രയും ദൈവം നമുക്ക് തന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണിത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ആത്മപുത്രൻ അല്ലെങ്കിൽ സ്പിരിച്വൽ സണ്ണായ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൽ തിമോത്തിയോസിനെ ബലപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒരു ഹല്ലേലൂയ ശക്തമേറിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം പറയുകയാണ്, തിമോത്തിയോസെ, നിനക്ക് തന്നത് ബിരുദത്തിന്റെ ആത്മാവിനെ അല്ല, തന്നിരിക്കുന്നത് സ്നേഹത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും, അതായത് ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെ. സൗണ്ട് മൈൻഡ്, ഇംഗ്ലീഷ് പറഞ്ഞ സൗണ്ട് മൈൻഡ്. ഈ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കിടക്കുമ്പോൾ തിമോത്തിയോസ് ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിനെതിരെ അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് ശക്തമായ ഒരു സാഹചര്യമുള്ള സമയത്ത് മടുത്തു പോകാതെ, തിമോത്തിയോസ് അതിൽ ഭയപ്പെട്ടു പോകാതെ, കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ മടി കാണിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ആ അദ്ദേഹത്തിന്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. തിമോത്തിയോസിനെ ബലപ്പെടുത്തുന്ന കാര്യം കാണാൻ കഴിയുന്നുണ്ട്. അതായത് അവന്റെ അമ്മയെ കുറിച്ച് പറയുന്നു, വലിയമ്മയെ കുറിച്ച് പറയുന്നു, പിന്നെ പറയുക എന്റെ കൈവിട്ടാൽ നിന്നിൽ ഉള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് പറയുന്നു. അങ്ങനെ തിമോത്തിയോസിനെ പല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക. അവന്റെ വിശ്വാസത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു, അതായത് വലിയമ്മയുടെ അമ്മയുടെ വിശ്വാസത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു, തന്നുള്ള കൃപാവരത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ട് പറയുക, ഹാലലൂയ, നിങ്ങൾ ലഭിച്ചത് ആ പരിശുദ്ധാത്മാവ് വീർത്തുമുള്ള ആത്മാവല്ല, അത് ശക്തിയുടേതാണ്, അത് ആത്മസ്നേഹത്തിൻ്റെതാണ്, അത് സുബോധത്തിൻ്റെതാണ്. ഹാലലൂയ, സ്തോത്രം. സ്നേഹത്തിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്, സൗണ്ട് മൈൻഡിന്റെ ആത്മാവ്. ഹാലലൂയ, സ്തോത്രം. നമുക്ക് കിട്ടിയ അതേ ആത്മ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. അതായത് നമ്മളുള്ള സ്നേഹത്തിന്റെ ആത്മാവ്, സ്നേഹമുള്ള പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെതാണ്, അതുപോലെ ശക്തിയുടേതാണ്, അതുപോലെ തന്നെ സുബോധത്തിന്റെ ആത്മാവ്. എന്താണ് ഈ സ്നേഹം എന്ന് പറയുന്നത്? നമുക്ക് ശത്രുക്കൾ പോലെ ക്ഷമിക്കാനുള്ള സ്നേഹം, മറ്റുള്ളവരോട് ക്ഷമിപ്പാനുള്ള ഒരു മനസ്സ്, ശത്രുക്കളെ സ്നേഹിപ്പാനുള്ള ഒരു മനസ്സ്. ഹാലലൂയ, സ്തോത്രം. ഹാലലൂയ. അതായത് അതുപോലെ ശക്തി എന്ന് പറയുമ്പോൾ ആത്മശക്തിയാണ് അവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ശാരീരിക ശക്തിയല്ല. ആത്മശക്തി. ഒരു വിശ്വാസിക്ക് വേണ്ടത് ശാരീരിക ശക്തി എന്നല്ല, ആത്മശക്തിയാണ്. ഓഫ് കോഴ്സ് നമുക്ക് ശരീരത്തിന് ബലം വേണം, അത് എല്ലാ മനുഷ്യർക്കും വേണ്ടത് നമുക്കും വേണം. പക്ഷെ ഇവിടെ പറയുന്ന ശക്തി എന്ന് പറയുന്നത് അത് ആത്മശക്തിയാണ്. ഹാലലൂയ, സ്തോത്രം. നമുക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഭയന്നു പോകാതെ നമ്മുടെ പ്രയാസങ്ങളെ ശക്തമായി, പൈശാചിക എതിർപ്പുകളെ നേരിടാൻ വേണ്ടിയുള്ള എന്നുള്ള ദൈവത്തിലുള്ള ശക്തിയാണ് ആത്മശക്തി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് പിശാചിക തന്ത്രങ്ങളെ എതിർക്കുവാൻ, എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി ആത്മശക്തി എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ആത്മശക്തി ആയാലും ഈ സ്നേഹമൊക്കെ ആയാലും അത് നമ്മളിലേക്ക് പറഞ്ഞത് ഈ പരിശുദ്ധാത്മാവാണ്, നമ്മളിലുള്ള പരിശുദ്ധാത്മാവാണ് അത് നമുക്ക് നമ്മളിലേക്ക് നമ്മൾ നിർത്തുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ ശക്തി അല്ലെങ്കിൽ ഈ ഒരു ഗുണങ്ങൾ, ഈ പരിശുദ്ധാത്മാവിന്റെ ഗുണങ്ങൾ എപ്പോഴാണ് പുറത്തു വരേണ്ടതെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് വിഷയം എന്ന് പറയുന്നത്. അതായത് പ്രതികൂലങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും ഈ ദൈവത്തിൻ്റെതായ ഗുണങ്ങൾ നമ്മളിൽ പുറത്തേക്ക് വരുന്നത്. സ്തോത്രം. ഇവിടെ അപ്പോസ്തലൻ പറയുക, തിമോത്തിയോസിനോട് പറയുന്ന സാഹചര്യം ഇങ്ങനെയാണ്. ആ സമയത്ത് റോമൻ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ട സമയത്ത് തളർന്നു പോകാതെ, വീണു പോകാതെ തിമോത്തിയോസ് അവിടെ ശക്തിയോടെ നിൽക്കണം എന്നുള്ള ഒരു വലിയ പ്രബോധനം കൊടുക്കുന്ന ഒരു വാക്യമാണ് നമ്മൾ ഈ കാണുന്നത്. പ്രലോഭനങ്ങളെ ജയിക്കുക, കഷ്ടസമയത്ത് അതിന് നേരിട്ട് നിൽക്കാൻ കഴിയുക, അതുപോലെ ദൈവം എന്താണോ പറഞ്ഞത് അതിനെ ഉയർത്താൻ വേണ്ടി അതിനുവേണ്ടി സ്റ്റാൻഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ശക്തി നമ്മൾ ഉപയോഗിക്കുന്നത്. ദൈവം വേണ്ടി നമുക്ക് ദൈവം സഹായിക്കുന്നു. സ്തോത്രം. അപ്പോൾ ശക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അതുപോലെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു പ്രശ്നമല്ല, അവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും വേണ്ടതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ മൂന്നാമത് പറഞ്ഞൊരു കാര്യം ആവശ്യമാണ്. സ്തോത്രം. അതാണ് ഞാൻ പറയാൻ വരുന്നത്. നമുക്ക് പരിശുദ്ധാത്മ തന്നിട്ടുള്ള സ്നേഹം, അതുപോലെ ശക്തി, ഇതെല്ലാം വേണ്ടതുപോലെ വർക്കൗട്ട് ആവണമെങ്കിൽ ഈ മൂന്നാമത് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെങ്ങനെയാണ്? സുബോധത്തിന്റെ ആത്മാവ്. സ്തോത്രം. ആത്മനിയന്ത്രണമുള്ള ഒരു ആത്മാവ്. ഇത് പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ്. ഈ മൂന്ന് ഗുണങ്ങളുമുള്ള ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പരിശുദ്ധാത്മ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ മൈൻഡിലൂടെ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത്. ഈ നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഈ നമ്മുടെ മനസ്സിനൊന്ന് കൊടുക്കാതെ, പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കാതെ ഈ മൂന്ന് ക്വാളിറ്റീസും വർക്കൗട്ട് ആവുകയില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ മനസ്സ് വിട്ടുകൊടുക്കാതെ ഈ പരിശുദ്ധാത്മാവ്, അതായത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിന്റെ ഈ ഗുണങ്ങൾ നമ്മളുടെ പുറത്തു വരണമെങ്കിൽ നമ്മുടെ മനസ്സാകുന്ന കേന്ദ്ര ബിന്ദു പരിശുദ്ധാത്മാവിന് കൊടുക്കാതെ ഇത് വേണ്ട അളവിൽ അത് പുറത്തേക്ക് വരികയില്ല.
ഒരു ഫലമായിട്ട് പുറത്തേക്ക് വരികയും. സ്തോത്രം. എക്സാമ്പിൾ ഞാൻ പറയാം. സ്തോത്രം. സുബോധത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയാം. രണ്ടുപേരെ കുറിച്ച് പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാവും. ഒന്ന്, ശൗൽ രാജാവ്. അദ്ദേഹം സ്നേഹമുള്ള വ്യക്തി തന്നെയാണ്. സ്തോത്രം. അതായത് ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ചില സമയങ്ങളിൽ ബോധം വന്നിട്ട് അവനെ അവനെ ചേർത്ത് പിടിച്ച് കരയുന്ന ഒരു ശൗലിനെ നമുക്കറിയാം. അത് സുബോധത്തിന്റെ ഒരു പ്രകടനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശക്തി, ആത്മശക്തിയുള്ള മനുഷ്യൻ തന്നെയായിരുന്നു ശൗൽ രാജാവ്. പക്ഷെ പലപ്പോഴും സുബോധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കാണാൻ സാധിക്കുന്നത് നമുക്ക്. അതായത് ഈ ആത്മാവ് ഉള്ളിലുണ്ട്. സുബോധത്തിന്റെ ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണ്, സ്നേഹത്തിന്റെ ആത്മാവ്. പക്ഷെ സുബോധം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് ഈ സ്നേഹവും ശക്തിയും പലപ്പോഴും വേണ്ട പോലെ പുറത്തേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണ് സുബോധം നഷ്ടപ്പെട്ടു പോയത്? പരിശുദ്ധാത്മാവിന് ഈൽഡാകാതെ ഈവിൾ സ്പിരിറ്റിലേക്ക്, അല്ലെങ്കിൽ ദൈവം മരിച്ച ഈവിൾ സ്പിരിറ്റ് അദ്ദേഹത്തെ പൊസസ് ചെയ്യുന്നു. ഈവിൾ സ്പിരിറ്റ് പൊസസ് ചെയ്ത് എന്ത് പറ്റി? സുബോധം പോയി. അപ്പൊ എന്ത് പറ്റി? ആ സ്നേഹത്തിന്റെയും ശക്തിയുടെയും വാല്യൂ കുറഞ്ഞു. അത് വേണ്ട പോലെ പുറത്തു വരുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. അതായത് ഞാൻ പറഞ്ഞ ഇതാണ്, ഈ സുബോധം എന്ന് പറഞ്ഞ സുബോധത്തിന്റെ ആത്മാവ് നമ്മൾ ആ ഒരു വേണ്ടതുപോലെ ഇഫക്റ്റീവ് ആകണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഈൽഡ് ചെയ്യണം. ഈ ഒരു സുബോധത്തിന്റെ ഒരു ഫാക്ട് നമ്മൾ വേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ശക്തിയും ഈ സ്നേഹവും നമ്മളിൽ നിന്ന് അതിന്റെ ഗുണങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. സ്തോത്രം. ദാനിയേലിനെ നോക്കാം. അദ്ദേഹം ഉത്കൃഷ്ട മാനസനായിരുന്നു. ഹല്ലേലൂയ. സുബോധമുള്ള മനസ്സിന്റെ ഉടമയായിരുന്നു. അതായത് സുബോധമുള്ള ആത്മാവിന് തന്റെ മനസ്സിനെ വിട്ടുകൊടുത്ത ദൈവഭക്തനായിരുന്നു ദാനിയേൽ. അതുകൊണ്ടാണ് തന്നെ കൊല്ലാൻ വേണ്ടി സിംഹത്തിന്റെ കൂടെ ഇട്ടപ്പോൾ പോലും സുബോധമുള്ള ആത്മാവിന്റെ പ്രവൃത്തിയാൽ അദ്ദേഹം അവിടെ ഭയമില്ലാതെ ജീവിച്ചത്, ഭയമില്ലാതെ നിന്നുകൊടുത്തത്. സ്തോത്രം. അതായത് സുബോധമുള്ള ആത്മാവ് എന്ന് പറയുമ്പോൾ, സൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഭയത്തെ അകറ്റിക്കളയുന്ന, ആശങ്കകളെ അകറ്റിക്കളയുന്ന ഒരു ശക്തി നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് പരിശുദ്ധാത്മാവിന് ഈ ഒരു ഗുണത്തിന് വേണ്ടി നമ്മൾ ഈൽഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ പരിശുദ്ധാത്മാവിന് നമ്മുടെ മനസ്സിൽ വേണ്ടതുപോലെ പ്രവർത്തിപ്പാൻ നമ്മൾ ഇടം കൊടുക്കുമ്പോൾ ഈ സുബോധത്തിന്റെ ആ ഒരു ഏരിയ വർക്കൗട്ട് ആവും, ഏരിയ ആക്റ്റീവ് ആവും. ഈ സുബോധത്തിന്റെ ആ ഏരിയ ആക്റ്റീവ് ആകുമ്പോൾ മാത്രമേ നമ്മളിൽ സ്നേഹത്തിന്റെയും ശക്തിയുടെയും ആ ഒരു ഏരിയകൾ ആക്ടിവേറ്റ് ആവുകയുള്ളൂ. ഉദാഹരണം പറയാം, നമ്മളൊരു വഴക്കുണ്ടായി, പെട്ടെന്ന് ഒരു വഴക്ക് മുമ്പിലേക്ക് വന്നു, പെട്ടെന്ന് സാഹചര്യം ഉണ്ടായി, നമ്മൾ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് വായിന്ന് വന്നു. സ്തോത്രം. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ, അയ്യോ വേണ്ടായിരുന്നു, യേശുവിനെ പോലെ ആകണമെന്ന് ആഗ്രഹമുള്ള ഞാൻ, എന്റെ വായിന്ന് അത് വന്നല്ലോ എന്നൊരു ഭയം, ഒരു വേദന ഉണ്ടായിട്ട് നമ്മളിപ്പോ ക്ഷമ ചോദിക്കുന്നു. സ്തോത്രം. അത് സ്നേഹമില്ലാത്ത കൊണ്ടല്ല, ഓഫ് കോഴ്സ് സ്നേഹമുണ്ട്, ഉള്ളത് കൊണ്ടാണ് അത് ആ ഒരു തിരിച്ചറിവുണ്ടായത് നമ്മൾ ക്ഷമ വയ്ക്കാൻ പോകുന്നത്. പക്ഷെ സുബോധത്തിന്റെ ആത്മാവ് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയല്ല ഉണ്ടാവുക. നമ്മളിവിടെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നമ്മുടെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് അത് പുറത്തേക്ക് വന്നേ? മനുഷ്യസ്വഭാവത്തിന്റെ ഭാഗമാണ്, സംഭവിച്ചു പോകും. പക്ഷെ സുബോധത്തിന്റെ ആത്മാവിന്റെ ഏരിയ ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ആ സമയത്തെ നമ്മുടെ സുബോധത്തോട് നമ്മൾ കൈകാര്യം ചെയ്യും. ഒരിക്കലും നമ്മളിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടാവുകയില്ല. നമ്മളിൽ സ്നേഹമുണ്ട്, അതുകൊണ്ട് നമ്മൾ വീണ്ടും ക്ഷമിക്കേണ്ടുന്നത്. പക്ഷെ സ്നേഹത്തിനൊപ്പം തന്നെ സുബോധത്തിന്റെ അല്ലെങ്കിൽ സൗണ്ട് മൈൻഡ് എന്നുള്ള ആ ഒരു ഫാക്ട്, അല്ലെങ്കിൽ ആ ഒരു കമ്പോണന്റ് ആക്റ്റീവ് ആണ്, പരിശുദ്ധാത്മാവിന്റെ ക്വാളിറ്റി കമ്പോണന്റ് ആക്റ്റീവ് ആണെങ്കിൽ ഈ സ്നേഹം എന്ന് പറയുന്നത് അവിടെ തന്നെ പ്രകടമാകും. നമ്മൾ പൊട്ടിത്തെറിക്കാതെ നമ്മൾ ആ വിഷയം സ്നേഹത്തിൽ കൈകാര്യം ചെയ്യും. നമ്മളെ പൂവയ്ക്കുന്ന വിഷയമാണെങ്കിൽ പോലും സ്നേഹത്തിൽ കൈകാര്യം ചെയ്യും. രണ്ടാമത് ശക്തി എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ആത്മശക്തി വേണ്ട ഒരു സ്ഥലത്ത്, നമ്മൾ പ്രലോഭനങ്ങളെ കീഴടക്കാൻ വേണ്ട ഒരു സ്ഥലത്ത് ആത്മശക്തി ആവശ്യം. ഈ പ്രലോഭനങ്ങളെ കീഴടക്കാൻ വേണ്ട സമയത്ത് ഒരു മുമ്പിൽ വരുമ്പോൾ ആത്മശക്തി ഉണ്ടെങ്കിൽ പോലും നമുക്കതിനെ ജയിപ്പാൻ കഴിയാതെ വീണു പോകുന്നെങ്കിൽ, ഹല്ലേലൂയ, അവിടെ നമ്മുടെ ഈ സുബോധത്തിന്റെ ഒരു കമ്പോണന്റ് ആക്ടിവേറ്റ് ആയിട്ടുള്ള എന്നുള്ള വാസ്തവം. സുബോധത്തിന്റെ ഹല്ലേലൂയ പരത്തി സുബോധത്തിന്റെ ആത്മാവിന്റെ ആ ഒരു പവർ ആക്ടിവേറ്റ് ആകാതെ നമ്മൾ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു പ്രലോഭനത്തെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിലൊന്ന് പെട്ടുപോയാൽ കുറച്ച് നമുക്ക് വിഷമമുണ്ട്. അയ്യോ ഞാൻ പെട്ടുപോയല്ലോ, ഞാൻ ദൈവത്തോട് പറഞ്ഞതാ ചെയ്യത്തില്ല, പക്ഷെ ഞാനത് പെട്ടുപോയല്ലോ കർത്താവേ, സോറി കർത്താവേ, എന്നിലേക്ക് തിരികെ എനിക്ക് ആ ദൈവത്തിന്റെ ആ ഒരു സ്നേഹം തിരികെ വേണമെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ മടങ്ങി വരുന്നു. അവിടെ തെറ്റൊന്നും ഉണ്ടെന്നല്ല, പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു 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 ബ്ലാക്ക് സ്പോട്ടാണ് അങ്ങനെയുള്ള വീഴ്ചകൾ എന്ന് പറയുന്നത്. പക്ഷെ സുബോധത്തിന്റെ ആത്മാവ് ആക്ടിവേറ്റ് ആണെങ്കിൽ നമ്മളവിടെ വീഴുകയില്ല, മറിച്ച് സുബോധത്തിന്റെ ആത്മാവ് ആക്ടിവേറ്റ് ആയിട്ട് നമ്മൾ അതിനെ എതിർത്ത് നിൽക്കും. നമ്മുടെ ആത്മശക്തി അവിടെ പുറത്തേക്ക് വരും, നമ്മൾ അതിനെ ഉപയോഗിക്കും. ഞാൻ ഇതാണ് പറഞ്ഞത്, ഈ പിന്നെ അല്ലെങ്കിൽ പവറിന്റെയും അതുപോലെ സ്നേഹത്തിന്റെയും ആത്മ നമ്മളിൽ ഉണ്ടെങ്കിൽ ആ ആത്മാവിന്റെ ഗുണങ്ങൾ നമ്മളിലുണ്ട്. ഓഫ് കോഴ്സ് നമ്മളിൽ ഗുണങ്ങളെല്ലാം ഉണ്ട്, ബിക്കോസ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, നമുക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈ രണ്ട് ക്വാളിറ്റി ഉള്ളപ്പോൾ തന്നെ ഈ മൂന്നാമത്തെ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ഈ രണ്ട് ക്വാളിറ്റീസ് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ആക്ടിവേറ്റ് ആവുകയില്ല, പുറത്തു വരികയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ശൗലാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ശൗലാവ് മോശക്കാരനായോണ്ടല്ല, ഈ സുബോധത്തിന്റെ ആത്മാവ് ആ ഒരു കമ്പോണന്റ് അവിടെ ഇന്നാക്റ്റീവ് ആയി പോയി.
അതാണ് പ്രശ്നമുണ്ടായത്. അതുകൊണ്ട് ഈ സുബോധത്തിന്റെ ആത്മാവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മനസ്സാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന കേന്ദ്രം. ആ പരിശുദ്ധാത്മാവിന് നമ്മുടെ മനസ്സിനെ കംപ്ലീറ്റ് സമർപ്പിക്കാതെ ഈ ഒരു ഏരിയ വർക്ക്ഔട്ട് ആവത്തില്ല ദൈവമക്കളെ. ഈ ദിവസങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണിത്. ഈ മനസ്സിന്റെ ഒരു, അതായത് ഈ സുബോധത്തിന്റെ ഒരു ആത്മാവ്, ആ ഒരു കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ആ സുബോധത്തിന്റെ ഒരു ആത്മാവ്, ആ ഒരു ഏരിയ പരിശുദ്ധാത്മ നമ്മുടെ മനസ്സിൽ കംപ്ലീറ്റ് ആയി കൊടുക്കാതെ, പലപ്പോഴും ഞാൻ എന്റെ മനസ്സിലേക്ക് എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ യാത്ര പോകുന്നു, നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡിമോണിക് ഗേറ്റ്, ഡിമോണിക് ഡോർ എന്ന് പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് അതിൽ കണ്ണു മാറ്റി ഞാൻ അതിനെ എന്റെ അകത്തുകൊണ്ട് അതിനെ ഞാൻ ശാസിക്കും. ബിക്കോസ് സി, നമുക്കത് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക്, നമ്മുടെ ആ മനസ്സിന്റെ കൺട്രോൾ കൊടുക്കുന്നതിന്റെ ഒരു 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 പ്രാരംഭ സ്റ്റെപ്പാണ്. നമുക്കതേ പറ്റും. അത് നമുക്ക് കൊടുക്കുക, പ്രവർത്തിക്കേണ്ട ദൈവമാണ്. ഹാലലൂയ. അപ്പൊ നമുക്കതിനെ നമ്മളെ ചെയ്യുന്നവരാണ്. ഞാൻ മാത്രം നമ്മളെല്ലാം ചെയ്യുന്നവരാ, അതിനെ നമ്മൾ പ്രലോഭനങ്ങൾ അപ്പെടാതെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതൊരു പരിശുദ്ധാത്മാവിന് നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ കംപ്ലീറ്റ് കൊടുക്കുന്ന ഒരു പ്രക്രിയയുടെ തുടക്കമാണ്. സ്തോത്രം. എപ്പോഴും ആ ബന്ധം ഇങ്ങനെ പോകണം ദൈവം ആഗ്രഹിക്കുന്നു കർത്താവിന്റെ മക്കളെ. നമ്മളും നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ, അതായത് നമ്മുടെ മനസ്സിന്റെ, നമ്മളെ പരിശുദ്ധാത്മാവ് പ്രൊസസ് ചെയ്യുന്നില്ല. നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടന്ന് നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കുന്ന ഒരു പ്രക്രിയ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് എന്റെ എല്ലാ ജീവിതത്തിന്റെ സകല ഏരിയകളും ഒരു 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 എന്താ പറയുക, കൺട്രോൾ ചെയ്യുന്നവരല്ല, ഒരു എന്ത് പറയുന്നത്, നമ്മുടെ ലോഡ്ഷിപ്പ് അംഗീകരിച്ചു കൊടുക്കുക. നമ്മുടെ ദൈവത്തിന്റെ ലോഡ്ഷിപ്പ് അംഗീകരിച്ചു കൊടുക്കുക. ഞാനല്ല ക്രിസ്തു, നീയാണ്, ഞാനല്ല, അങ്ങാണ് എന്റെ കർത്താവ് എന്നുള്ള ഒരു ബോധ്യം വിട്ടുകൊടുക്കുക. അതിൽ നിന്നുകൊണ്ട് നമ്മുടെ ചിന്തകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തി എല്ലാം പരിശുദ്ധാത്മാവിന് ഹിതപ്രകാരമുള്ളതായി മാറുവാൻ ഒരു എഗ്രിമെന്റ്, അതായത് അങ്ങനെ സംബന്ധിച്ചുള്ള എഗ്രിമെന്റ്, അതാണ് ഈ പറയുന്നത്. കർത്താവ്, ഞാൻ എന്നെ സമർപ്പിക്കുന്നു, ആ മനസ്സിന്റെ കീടങ്ങളിൽ പറഞ്ഞ്. അല്ലാതെ നമ്മളെ പരിശുദ്ധാത്മ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് പ്രൊസസ് ചെയ്തിട്ട് പിന്നെ നമ്മളെ ഹോളി സ്പിരിറ്റ് നയിക്കുന്ന പോലെ കൊണ്ടുപോകുന്ന പരിപാടിയല്ല ഈ നമ്മൾ പോകുന്ന പരിപാടി. പരിശുദ്ധാത്മാവിന്റെ കൂടെ നമ്മൾ പോകുന്ന പരിപാടിയായത് നമ്മളാണ് ചെയ്യേണ്ടത്. മനസ്സിന്റെ കൺട്രോൾ വിട്ടുകൊടുക്കുക, സുബോധത്തിന്റെ ഏരിയ ആക്ടിവേറ്റ് ആക്കുക, ശക്തിയുടെ പവറിന്റെ എല്ലാ ഏരിയ ആക്ടിവേറ്റ് ആക്കുക. അതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറയുന്നത്, തിമോഥെയോസേ, നിന്റെ ഹാലലൂയ മനസ്സിന്റെ കൺട്രോൾ, അതായത് നിനക്ക് കിട്ടിയ ആത്മാവ് സുബോധത്തിന്റെ, സ്നേഹത്തിന്റെ, ശക്തിയുടെ ആത്മാവാണ്. ഈ ഏരിയകളെ നീ ആക്ടിവേറ്റ് ആക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ഏരിയ എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടിയിട്ടുള്ള നിന്റെ സുബോധത്തിന്റെ ഏരിയ, അതായത് സൗണ്ട് മൈൻഡ്. ആ ഏരിയ ആക്ടിവേറ്റ് ആയി കിട്ടിയാൽ നീ രക്ഷപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ കൺട്രോൾ, നിന്റെ കംപ്ലീറ്റ് കൺട്രോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിന്നെ വിട്ടുകൊടുക്കുക. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിന് ആധിപത്യം കൊടുക്കുക. അതിലൂടെ നിനക്ക് വലിയ വിജയങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ദിവസം നമുക്ക് തീരുമാനമെടുക്കാം, നമുക്ക് ആഗ്രഹിക്കാം അതിനെക്കുറിച്ച്. ദൈവമേ, എന്റെ മനസ്സിന്റെ കൺട്രോൾ, അങ്ങയുടെ പ്രവൃത്തി കേന്ദ്രമായ മനസ്സിന്റെ കൺട്രോൾ, അത് ലോകത്തിന്റെ ഇച്ഛകളിലേക്ക് പോകാതെ പരിശുദ്ധാത്മാവിന് കംപ്ലീറ്റ് ആയി വിട്ടുവരുവാൻ തൊട്ട് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥന നമ്മൾ ഉയരട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മളിലുള്ള ആ പരിശുദ്ധാത്മാവിലുള്ള ഗുണങ്ങളായ ശക്തി, സ്നേഹം, സുബോധത്തിന്റെ അല്ലെങ്കിൽ സൗണ്ട് മൈൻഡഡ് ആയ ആ ഒരു ഏരിയകളെല്ലാം നമ്മൾ ആക്ടിവേറ്റ് ആകും. കംപ്ലീറ്റ് ആയി ദൈവത്തിൽ അവിടുത്തെ ഹിതംപോലെ നടക്കാൻ നമുക്ക് സഹായിക്കും. വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനായി ദൈവം നമുക്ക് സഹായിക്കട്ടെ. അത്തരം മനോഭാവം നമ്മൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മളെ വാക്കുകൾ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.